ഇറാനിൽ ശക്തമായ ആക്രമണം തുടരുകയാണ്. ഇറാന്റെ 9 കപ്പലുകൾ തകർത്തു എന്ന അവകാശവാദവുമായി ട്രംപ്. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ B-2 വിമാനങ്ങൾ, ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് തകർത്തെന്നും റിപ്പോർട്ടുണ്ട്. ബെയ്റൂട്ടിലും ഇസ്രയേൽ ആക്രമണം നടന്നു. ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വജിത് സി വിവരങ്ങൾ നൽകും. അശ്വജിത്ത്, സമാധാനം പുലരുമെന്ന ആകാംക്ഷയിൽ നമ്മൾ തുടരുമ്പോഴും ഈ ബോംബർ വിമാനം ഉപയോഗിച്ചുള്ള ആക്രമണം നമ്മളെ കുറച്ചൊന്ന് ആശങ്കയിലാക്കുന്നുണ്ട്. എന്താണ് നിലവിൽ സ്ഥിതി? മോത്തി പറഞ്ഞതുപോലെ തന്നെ സമാധാനം അകലെയാണോ എന്ന സംശയം തന്നെയാണ് ഉയരുന്നത്. ഒരു രമ്യമായ പരിഹാരം കഴിഞ്ഞ ദിവസമെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ന് രാവിലെയോടെങ്കിലും അതിനൊരു ശാശ്വതമായൊരു പരിഹാരം വന്നുകയും ഈ സമാധാനത്തിൻ്റെ സൂചനകൾ വന്നു തുടങ്ങിയുമെങ്കിലും പ്രതീക്ഷിച്ചു. പക്ഷേ സൂചനകൾ ഇല്ല എന്ന് മാത്രമല്ല, യുദ്ധം വീണ്ടും കലുഷിതമാവുന്ന സാഹചര്യമാണ് കാണുന്നത്. കഴിഞ്ഞ രാത്രിയിൽ, അതായത് ഒരു 10-12 മണിക്കൂറിലേറെയായി ഗൾഫ് നാടുകളിൽ കാര്യമായ ആക്രമണം നടന്നിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബഹ്റൈനിലടക്കം. പക്ഷേ അങ്ങനെ UAE-യിലടക്കം വലിയ തോതിൽ ആക്രമണം നടന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇറാനിലും തിരിച്ച് ഇസ്രായേലിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങൾ ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. അതാണ് ഈ സമാധാന ശ്രമങ്ങൾ നിലവിൽ എത്രത്തോളം ഫലം കാണുമെന്ന സംശയം ഉന്നയിക്കാനുള്ള കാരണവും. ഇനി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിലേക്ക് വന്നാൽ, ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് വന്നാൽ, അത് ഈ ജെറുസലേമിൽ, ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നഗരമായ ജെറുസലേമിൽ സീരീസ് ഓഫ് ബ്ലാസ്റ്റ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ഫോടനമല്ല, തുടരെയുള്ള സ്ഫോടനങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തതായി പറയുന്നു. അങ്ങനെയെങ്കിൽ അത് ഇറാന്റെ ആക്രമണത്തിൽ കാര്യമായ നാശം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇറാന്റെ തിരിച്ചടിയിൽ ഇസ്രായേലിലും മിസൈലുകൾ പതിച്ചു എന്ന തരത്തിൽ ബഹുഭൂരിപക്ഷം മിസൈലുകളും ഇസ്രായേൽ അവകാശപ്പെടുന്നത് പ്രതിരോധിച്ചു എന്നതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ പ്രകാരം ജെറുസലേമിൽ ഒരു മിസൈൽ പതിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവിടെ വലിയ ആൾനാശം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നില്ല, പക്ഷേ മറ്റ് നാശങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ഇറാന്റെ ആക്രമണം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു വശത്ത്. മറിച്ച് അപ്പുറത്ത് ടെഹ്റാനിലേക്ക്, ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് കടുത്ത ആക്രമണം തുടരുന്നതായി, ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം തുടരുന്നതായും ഈ രാവിലെ കഴിഞ്ഞ മണിക്കൂറിൽ അതിശക്തമായി തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ രാത്രിയിൽ, അതായത് നമ്മൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ രാത്രിയിൽ ഇറാന്റെ സുപ്രധാനമായ മിസൈൽ കേന്ദ്രങ്ങൾ, അതായത് മിസൈൽ വിക്ഷേപണ കേന്ദ്രം അല്ലെങ്കിൽ മിസൈൽ ഫെസിലിറ്റീസ് എന്നാണ് പറയുന്നത്, ഒരുപക്ഷെ മിസൈൽ വിക്ഷേപണമൊക്കെ നിയന്ത്രിക്കുന്ന കേന്ദ്രമാവും അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്ന കേന്ദ്രവുമാവും. ഏതായാലും ആ മിസൈലുമായി ബന്ധപ്പെട്ട് അവിടെ അവരുടെ ഒരു മിലിറ്ററി ഫെസിലിറ്റി ബോംബിട്ട് തകർത്തു എന്നത്. B-2 ബോംബറാണ്. അമേരിക്കയുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള ബോംബർ വിമാനമാണ് B-2. ബങ്കർ ബസ്റ്റർ അഥവാ ഭൂമിക്കടിയിൽ പോയി സ്ഫോടനം നടത്താൻ കഴിവുള്ള ബോംബുകളെ പോലും വഹിക്കാൻ കഴിയുന്നതാണ് B-2 ബോംബർ. അമേരിക്കയുടെ വജ്രായുധമാണ്. അവർ അവിടെ പ്രയോഗിച്ചിരിക്കുന്നു, ടെഹ്റാനിൽ പ്രയോഗിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇന്നലെ രാത്രിയോടുകൂടി ഇന്ന് പുലർച്ചയോടുകൂടി പുറത്തു വന്നു. അത് ട്രംപ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. അപ്പോൾ അവിടെ വലിയ നാശമുണ്ടായിട്ടുണ്ട് എന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഒപ്പം ഇറാന്റെ 9 യുദ്ധ കപ്പലുകൾ തകർത്തു എന്നും അമേരിക്ക അവകാശപ്പെടുന്നു. ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും അത് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ നാശം അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ ഇരു വിഭാഗത്തിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളും ചിത്രങ്ങളും സൂചിപ്പിക്കുന്നത്. ഇറാനും ആക്രമണം തുടരുകയാണ്, ഇസ്രായേൽ തിരിച്ചും ആക്രമണം തുടരുകയാണ്.